നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് T20 പരമ്പരയാണ്. 3 മത്സര T20 പരമ്പരയിൽ ഇന്ത്യ സൂപ്പർ താരങ്ങളിൽ പലർക്കും വിശ്രമം നൽകും എന്നാണ് വിവരം. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകൾക്ക് മുന്നോടിയായി ഇന്ത്യക്ക് സൂപ്പർ താരങ്ങളുടെ ഫിറ്റ്നസ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദുർബലരായ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യക്ക് ഇനി വലിയ ടെസ്റ്റ് പരമ്പരകളാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ മുന്നിൽ കണ്ടാകും ഇന്ത്യ T20 പരമ്പരയ്ക്കുള്ള ടീമിനെ പരിഗണിക്കാൻ സാധ്യത. ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോഴും ടീമിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവരിൽ ചില താരങ്ങൾ തഴയപ്പെട്ടേക്കാം. ഇത്തരത്തിൽ T20 ടീമിൽ നിന്ന് തഴയപ്പെടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം. സ്വാഭാവികമായും നമ്മൾ ഈ ഒരു ചർച്ച നടത്തുമ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്ന പേര് മറ്റാരുടെയുമല്ല, മലയാളി വിക്കറ്റ് കീപ്പർ താരമായ സഞ്ജു സാംസന്റെ തന്നെയാണ്. സഞ്ജു സാംസൺ ഇതിലുണ്ടാകുമോ അതോ ഇല്ലയോ, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാലും സഞ്ജു സാംസനെ ഇന്ത്യ T20 ടീമിൽ നിന്ന് തഴയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവസാന ശ്രീലങ്കൻ പരമ്പരയിലെ 2 മത്സരത്തിൽ സഞ്ജു സാംസൺ റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. സ്ഥിരതയോടെ വലിയ ഇന്നിങ്സ് കളിക്കാൻ സഞ്ജു സാംസന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെയും സെലക്ടർമാർ നോക്കുന്നത് കടലാസിലെ അവസാന മത്സരങ്ങളുടെ സ്ഥിതിഗതികളാണ്. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ അവസാനത്തെ 2 ഡെക്കുകൾ ഒരു മൈനസ് പോയിൻ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതാ സെലക്ടർമാരെ പിന്തിരിപ്പിക്കാനും സഞ്ജുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയേറെയാണ്. ഇന്ത്യക്കൊപ്പമുള്ള സഞ്ജുവിൻ്റെ T20 കണക്കുകൾ വളരെ മോശവുമാണ്. അവസരം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴും സഞ്ജുവിന് ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കുന്നില്ല. സഞ്ജു സാംസണെ നിലവിൽ ഇന്ത്യ T20 മാത്രമാണ് പരിഗണിക്കുന്നത്. ഏകദിനത്തിലും ടെസ്റ്റിലും സഞ്ജു പരിഗണനയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണെ T20 നിന്ന് മാറ്റി നിർത്തിയാലും അത്ഭുതപ്പെടാനില്ല. ദിലീപ് ട്രോഫിയിൽ സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. എന്നാൽ ഈ പ്രകടനങ്ങൾ കൊണ്ടൊരു പരീക്ഷണം നടത്താൻ ഒരുപക്ഷെ സെലക്ടർമാർ തയ്യാറായേക്കില്ല. ഇഷാൻ കിഷൻ തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്നതും സഞ്ജുവിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയുടെ T20 ടീമിൽ ഇടം അർഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഋതുരാജ് ഗേക്വാദ്. IPL ചെന്നൈ സൂപ്പർ കിങ്സ് നായകനാണ് ഋതുരാജ്. IPL അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ആരെയും മോഹിപ്പിക്കുന്നതുമാണ്. എന്നാൽ ഋതുരാജിന് അർഹിച്ച പിന്തുണ ഇന്ത്യയുടെ T20 ടീമിൽ നിന്ന് ലഭിക്കുന്നില്ല. ദിലീപ് ട്രോഫിയിൽ ഭേദപ്പെട്ട പ്രകടനം മാത്രമാണ് ഋതുരാജ് കാഴ്ചവെച്ചത്. ഗൗതം ഗംഭീറും ഋതുരാജിന് കാര്യമായ പിന്തുണ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് T20 പരമ്പരയിൽ നിന്ന് ഋതുരാജ് തഴയപ്പെട്ടേക്കും. ക്ലാസിക് ശൈലിയിൽ കളിക്കുന്ന ഋതുരാജ് നിലയുറപ്പിച്ചാൽ വലിയ ഇന്നിങ്സ് കളിക്കാൻ കഴിവുള്ളൊരു താരമാണ്. എന്നാൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് എന്തുകൊണ്ടോ ഋതുരാജിന് മികവിനനുസരിച്ച് അവസരം നൽകുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ സീനിയർ താരങ്ങളിൽ ഒരാളായ KL രാഹുൽ IPL ലക്നൗ സൂപ്പർ ജയൻസ് നായകൻ കൂടിയാണ്. എന്നാൽ ഏറെക്കാലമായി ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ്. തിരിച്ചുവരവ് രാഹുൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ പരിഗണിക്കുന്നില്ല. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ശരാശരി പ്രകടനം മാത്രമാണ് രാഹുൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ രാഹുലിന് T20 പരമ്പരയിൽ ഇടം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ത്യ ചില സൂപ്പർ താരങ്ങൾക്ക് T20 ടീമിൽ നിന്ന് വിശ്രമം നൽകിയേക്കുമെന്നും അറിയുന്നുണ്ട്. യശസ്വി ജയ്സ്വാളും സൂര്യകുമാർ യാദവും ടീമിലുണ്ടാകും. എന്നാൽ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരൊന്നും T20 ടീമിൽ ഉണ്ടായേക്കില്ല. ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ ഇന്ത്യ ഇവർക്കെല്ലാം വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്. ബംഗ്ലാദേശ് താരതമ്യേന ദുർബലരായ നിരയായതിനാൽ തന്നെ യുവനിരയെ ഇറക്കിയാലും ഇന്ത്യക്ക് ഭയക്കാനില്ല.